അബ്ബാസ് കിയാറോസ്താമി എഴുതി ജാഫർ പനാഹി സംവിധാനം ചെയ്ത് 1995 പുറത്തിറങ്ങിയ ഒരു അതിഗംഭീര ഇറാനിയൻ ചലച്ചിത്രം ദ വൈറ്റ് ബലൂൺ നിരവധി അവാർഡുകളും കാൻസിലും അക്കാഡമി അവാർഡ്സിലും നോമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്ത ചലച്ചിത്രം സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾക്ക് കേൾക്കാം. ബാല്യത്തിന്റെ നിഷ്കളങ്കതയും സാമൂഹിക സാഹചര്യങ്ങളുമെല്ലാം വരച്ചുകാട്ടിയ ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് 1995 ഇറാനിലെ ടെഹ്റാനിലാണ്. പേർഷ്യൻ പുതുവർഷത്തിന് തൊട്ടു മുമ്പുള്ള ദിവസമായിരുന്നു അത്. ഏകദേശം 1.5 മണിക്കൂറിനുള്ളിൽ പുതുവർഷം പിറക്കും. ആഘോഷത്തിന്റെ ആവേശത്തിലായിരുന്ന ചന്തയിൽ ഒരമ്മ തന്റെ മകളായ റസിയയെ പരിഭ്രാന്തിയോടെ തിരയുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന മകളെ കുറച്ചുനേരമായി കാണുന്നില്ല. കുറച്ചു നേരത്തെ തിരച്ചിലിന് ശേഷം ഒരു മീൻകടയ്ക്കുള്ളിൽ സ്വർണ്ണ മത്സ്യങ്ങളെ നോക്കി നിൽക്കുന്ന റസിയയെ അവർ കണ്ടെത്തി. റസിയയ്ക്ക് 7 വയസ്സായിരുന്നു പ്രായം. ആ മീനുകളിൽ ആകൃഷ്ടിയായ അവൾ തന്റെ അമ്മയോട് വാശി പിടിച്ചു പറഞ്ഞു, ഉമ്മ, എനിക്ക് ഈ സ്വർണ്ണ മത്സ്യത്തെ വാങ്ങിത്തരാമോ പ്ലീസ്. റസിയയുടേത് ഒരു സാധാരണ ഇടത്തരം കുടുംബമാണ്. അവർ സ്വന്തം വീട്ടിലെ കുളത്തിൽ സ്വർണ്ണ മത്സ്യങ്ങളെ വളർത്തുന്നുണ്ടായിരുന്നു, അതായത് ഗോൾഡ് ഫിഷിനെ. അതുകൊണ്ട് ഉമ്മ ഉടൻ അത് നിരസിച്ചു. നമ്മുടെ കുളത്തിൽ ഇപ്പോൾ തന്നെ ഒരുപാട് സ്വർണ്ണ മത്സ്യങ്ങളുണ്ട്, പിന്നെന്തിനാ പുതിയൊരെണ്ണം വാങ്ങുന്നത് എന്നായിരുന്നു അവർ ചോദിച്ചത്. ഒരു കൈയിൽ റസിയയെയും മറുകൈയിൽ സാധനങ്ങൾ വാങ്ങിയ ബാഗുകളും പിടിച്ച് ആ ഉമ്മ വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. ഭാരപ്പെട്ട ഹൃദയത്തോടെ റസിയ പിന്നാലെ നടന്നു. പക്ഷെ അവളുടെ കണ്ണുകളിൽ ആ ചന്തയിലെ സ്വർണ്ണ മത്സ്യത്തിന്റെ ചിത്രം അപ്പോഴും തെളിഞ്ഞു നിന്നിരുന്നു. വീട്ടിലേക്കുള്ള വഴിയിൽ നടന്നു നീങ്ങുന്ന സമയത്ത് റസിയ വീണ്ടും അപേക്ഷിച്ചു, ഉമ്മ, ആ മീനില്ലാതെ എനിക്ക് പുതുവർഷം തുടങ്ങാൻ കഴിയില്ല. ആ മീനുകളെ കാണാൻ എന്തു ഭംഗിയാ, അവയുടെ ചിറകുകൾ കാണുമ്പോ അവ നൃത്തം ചെയ്യുന്നത് പോലെയുണ്ട്. എന്നാൽ ഉമ്മ മറുപടി പറഞ്ഞു, നമ്മുടെ കുളത്തിലെ മീനുകളും ചന്തയിൽ വിൽക്കുന്നതും ഒന്ന് തന്നെയാ, നമ്മുടെ കയ്യിലുള്ളത് തന്നെ മതി, കൂടുതലൊന്നും മേടിക്കണ്ട. ഇതിനിടയിൽ റസിയയുടെ അനിയൻ അലി പിതാവിന് വേണ്ടി ഷാമ്പു വാങ്ങാൻ കടയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവർ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. റസിയ വീടിന് മുന്നിലെ ചെറിയ കുളത്തിനരികിലിരുന്ന് അതിനകത്തെ ചെറിയ മീനുകളെ നോക്കി സങ്കടപ്പെട്ടു. അവൾ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ചന്തയിലെ മീനുകൾ ഇതിലും വലുതും നല്ല ഭംഗിയുള്ളതുമാ, എനിക്ക് ഈ ചെറിയ മീനുകളെ ഇഷ്ടമല്ല. തുടർന്ന് അവൾ കരയാനും ആരംഭിച്ചു. അമ്മ പറഞ്ഞു, പുതുവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ നീ ഇങ്ങനെ കരയുവാണെങ്കിൽ വർഷം മുഴുവൻ നിനക്ക് കരയേണ്ടി വരൂട്ടോ, നിന്റെ കരച്ചിൽ നിർത്തിക്കേ. അലി തിരിച്ചു വന്നപ്പോ റസിയയോട് ചോദിച്ചു, എന്തുപറ്റി, നീ എന്തിനാ കരയുന്നേ? മീൻ വാങ്ങാൻ ഉമ്മ പണം നൽകുന്നില്ലെന്ന് റസിയ അവനോട് പറഞ്ഞു. അലി മറുപടി നൽകി, നമ്മുടെ വീട്ടിൽ ഇതിനൊക്കെ മീനുകളുണ്ടല്ലോ, നീ എന്തിനാ കൂടുതൽ വാങ്ങുന്നേ? റസിയ ചോദിച്ചു, നീ ഇതിനെയൊക്കെ സ്വർണ്ണ മത്സ്യങ്ങളെന്ന് വിളിക്കുമോ? നീ ചന്തയിലുള്ളവയെ കണ്ടിട്ടില്ലേ, എന്ത് ഭംഗിയാ അതിന്. അപ്പോൾ അലി ചോദിച്ചു, ഒരു മീനിന് എത്ര രൂപയാകും? റസിയ പറഞ്ഞു, ഒരു മീനിന് 100 ടോമൻസ് കൊടുക്കണം. ഇത് കേട്ടപ്പോ അലി പറഞ്ഞു, ഒരു മീനിന് 100 ടോമനോ? ആ പണമുണ്ടെങ്കിൽ 2 സിനിമകൾ കാണാം. അലിയാകട്ടെ അബദ്ധവശാൽ വാപ്പയ്ക്ക് വേണ്ടി മേടിച്ചുകൊണ്ടുവന്നത് ഷാമ്പുവിന് പകരം സോപ്പായിരുന്നു. ദേഷ്യം വന്ന വാപ്പ കുളത്തിനരികിലിരുന്നിരുന്ന റസിയയുടെ നേർക്ക് ആ സോപ്പ് എറിഞ്ഞു. റസിയയുടെ അമ്മ വേഗത്തിൽ അലിക്ക് കൂടുതൽ പണം നൽകി ഷാമ്പു വാങ്ങാനായി പറഞ്ഞയച്ചു. ആ സമയത്ത് റൈസ എന്ന പേരുള്ള ഒരു പയ്യൻ റസിയയുടെ അമ്മയുടെ പക്കൽ നിന്ന് ഗോൾഡ് ഫിഷിനെ വാങ്ങാൻ വന്നു. റസിയയുടെ വീട്ടിലെ മീനുകളും ചന്തയിലെ മീനുകളും ഒന്നു തന്നെയാണെന്ന് അവളെ ബോധ്യപ്പെടുത്താൻ അമ്മ റസിയയോട് ആവശ്യപ്പെട്ടു. അവൻ മീൻ വാങ്ങിയ ശേഷം റസിയക്കൊരെണ്ണം നൽകാനും അവർ പറഞ്ഞു. സാഹചര്യം മുതലെടുത്ത് റസ കുറെ മീനുകളെ എടുത്തു. പക്ഷേ റസിയയുടെ കയ്യിൽ വളരെ ചെറിയ ഒന്നായിരുന്നു നൽകിയത്. എന്നിരുന്നാലും റസയെടുത്ത മീനുകൾക്ക് അവന്റെ പക്കൽ നിന്ന് റസിയയുടെ അമ്മ പണം വാങ്ങിയതുമില്ല. പാവം റസിയ ആ ചെറിയ മീനിനെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി പറഞ്ഞു, ഉമ്മ നോക്കിക്കേ, ഇത് വളരെ ചെറുതും മെലിഞ്ഞതുമാ, പക്ഷേ ചന്തയിലെ മീനുകളെ കാണാൻ എന്ത് നല്ല ഭംഗിയാ, അവ വലുതാണ്, അവ നീന്തുമ്പോ നൃത്തം ചെയ്യുന്ന പോലെ തോന്നും, അവയുടെ ചിറകുകൾ കണ്ടിട്ടുണ്ടോ, ദേ ഇത്രയ്ക്കുണ്ട്, 100 തോമൻ വിലയായാലും എനിക്ക് അത് തന്നെ മതി. പക്ഷേ ഉമ്മ അപ്പോഴും അവൾക്ക് പണം കൊടുക്കാൻ തയ്യാറായില്ല. എന്നിട്ടും റസിയ പിന്മാറിയില്ല. അവൾ അവസാനമായി ഒരിക്കൽ കൂടി ഉമ്മയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ഉമ്മ, കടയിൽ ഇനി ആകെ 3 മീനുകളെ ബാക്കിയുള്ളൂ, നമ്മൾ ഇപ്പോ പോയില്ലെങ്കിൽ അവയൊക്കെ വിറ്റുപോവും. പക്ഷെ ഉമ്മ വീണ്ടും വിസമ്മതിച്ചു. റസിയയുടെ ഹൃദയം തകർന്നു. എങ്കിലും അവളുടെ കണ്ണുകളിൽ മാർക്കറ്റിലെ ആ വലിയ ഭംഗിയുള്ള സ്വർണ്ണ മത്സ്യത്തിന്റെ സ്വപ്നം അപ്പോഴും നിഴലിക്കുന്നുണ്ടായിരുന്നു.
ഇതിനിടയിൽ റസിയയുടെ മൂത്ത സഹോദരൻ അലി വാപ്പയ്ക്കുള്ള ഷാമ്പുവുമായി വീട്ടിലെത്തി. ഉമ്മയെ ഒരു തരത്തിലും സമ്മതിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോ റസിയ തന്റെ സഹോദരന്റെ സഹായം തേടി. അവള് പറഞ്ഞു, ഇക്കാക്ക എങ്ങനെയെങ്കിലും ഉമ്മയുടെ കയ്യിൽ നിന്ന് 100 ടോമം വാങ്ങിത്തരാമോ? പകരം ഞാൻ എന്റെ ബലൂൺ തരാം. അലി മറുപടി പറഞ്ഞു, ഒരു ബലൂൺ മാത്രം പോരാ, എനിക്ക് കൂടുതൽ എന്തേലും തരണം. കരച്ചിൽ കലർന്ന ശബ്ദത്തിൽ റസിയ ചോദിച്ചു, ശരി നിനക്കെന്താ വേണ്ടേ? അലി പറഞ്ഞു, കഴിഞ്ഞ വർഷം അമ്മാവൻ നിനക്കൊരു സമ്മാനം തന്നില്ലേ, അതെനിക്ക് തരണം. ആദ്യം വിസമ്മതിച്ചെങ്കിലും ഒടുവിൽ റസിയ സഹോദരന്റെ നിബന്ധനകൾക്ക് സമ്മതിച്ചു. തുടർന്ന് അലി ധൈര്യം സംഭരിച്ച് ഉമ്മയോട് പണം ചോദിച്ചു. എന്നാൽ ഉമ്മ ദേഷ്യത്തോടെ പറഞ്ഞു, നീയും നിന്റെ പെങ്ങളെ പോലെ വാശി പിടിക്കരുത്. എന്റെ കയ്യിൽ ഇനി ആകെ 500 തോമനേയുള്ളൂ. അതെല്ലാവർക്കും പുതുവർഷാശംസകൾ നേർന്ന് നൽകാനുള്ളതാ. നീ പോയി നിന്റെ വാപ്പയുടെ ഷൂ പോളിഷ് ചെയ്തു വെച്ചേ. ഉമ്മയുടെ ശകാരം കേട്ട് അലി നിരാശനായി നേരെ സഹോദരിയുടെ അടുത്തേക്ക് മടങ്ങി. അവളുടെ കണ്ണീരും സങ്കടവും കണ്ടപ്പോ അലിക്ക് സഹിച്ചില്ല. അലി ഒരിക്കൽ കൂടി ധൈര്യം സംഭരിച്ച് ഉമ്മയോട് വീണ്ടും പണം ചോദിച്ചു. ഇത്തവണ അവൻ ഉമ്മയെ ഒരു തരത്തിൽ സമ്മതിപ്പിച്ചെടുത്തു. പണസഞ്ചി എടുത്തു വരാൻ ഉമ്മ അലിയോട് പറഞ്ഞപ്പോ ലോകത്തിലെ എല്ലാ സന്തോഷവും തന്നിലേക്ക് വന്നു ചേരുന്നതായി റസിയക്ക് തോന്നി. അലി വേഗത്തിൽ ഉമ്മയുടെ കയ്യിൽ നിന്ന് സഞ്ചി വാങ്ങാൻ ശ്രമിച്ചപ്പോ അവര് ചോദിച്ചു, മീനിന് എത്രയാ വില? ദൂരെ നിന്ന് റസിയ വിളിച്ചു പറഞ്ഞു, ഉമ്മ 100 ടോമനാ. എന്നാൽ റസിയയുടെയോ ഉമ്മയുടെയോ കയ്യിൽ ചില്ലറയുണ്ടായിരുന്നില്ല. ആകെയുള്ളത് 500 ടോമന്റെ ഒറ്റ നോട്ടായിരുന്നു. പണം കയ്യിൽ കിട്ടിയതും റസിയ ഒരു ചെറിയ ഭരണിയുമായി മാർക്കറ്റിലേക്ക് ഓടി. പണം കളഞ്ഞു പോവാതെ സൂക്ഷിക്കണോട്ടോ എന്നുമ്മ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ സന്തോഷം കൊണ്ട് റസിയ പണം മുറുക്കി പിടിച്ച് മീൻകടയിലേക്ക് ഓടുകയായിരുന്നു. പോകുന്ന വഴിയിൽ തിരക്കുള്ള ചന്തയിൽ ഒരു പാമ്പാട്ടിയുടെ പ്രകടനം അവൾ കണ്ടു. കൗതുകം തോന്നിയ റസിയ പണം ജാറിനകത്തിട്ട് പാമ്പുകളെ ശ്രദ്ധിച്ചു. ഒരു വൃത്തനായ ദർവീഷും ശിഷ്യനും ചേർന്ന് പാമ്പുവിദ്യകളിലൂടെ ആളുകളെ രസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭക്ഷണത്തിനും പാമ്പുകളെ സംരക്ഷിക്കാനുമായി പണം നൽകാൻ ശിഷ്യൻ കാണികളോട് ആവശ്യപ്പെടുന്നു. പലരും പണം നൽകിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ശിഷ്യൻ റസിയയുടെ അടുത്തെത്തുന്നത്. റസിയയുടെ ജാറിൽ നിന്ന് പണം എടുത്തിട്ട് ആ ശിഷ്യനങ്ങ് പ്രഖ്യാപിച്ചു, നോക്കൂ, 6 or 7 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടി നമുക്കും നമ്മുടെ പാമ്പുകൾക്കും ഭക്ഷണം കഴിക്കാനായി 500 ടോമൻ നൽകിയിരിക്കുന്നു. ഈ പണം കൊണ്ട് ഇന്ന് നമുക്കും പാമ്പുകൾക്കും ഭക്ഷണം കഴിക്കാം. ദയവായി നിങ്ങളും ഉദാരമായി എന്തെങ്കിലും നൽകൂ. റസിയ അത് കേട്ടതും എന്തു പറയണമെന്നറിയാതെ സ്തംഭിച്ചു നിന്നു. പക്ഷേ തന്റെ സ്വർണ്ണ മത്സ്യത്തെക്കുറിച്ച് ഓർത്തപ്പോ അവൾ ആ ശിഷ്യന്റെ പിന്നാലെ നടന്ന് അപേക്ഷിച്ചു, ദയവായി എന്റെ പണം തിരിച്ചു തരൂ. മീൻ വാങ്ങാൻ ഉമ്മ തന്ന പണമാണത്. അയാൾ പറഞ്ഞു, നീ എന്താ പറയുന്ന മോളെ? നൽകിയ സംഭാവനകൾ ഒരിക്കലും തിരിച്ചു നൽകില്ല. ഇത് കേട്ടപ്പോ റസിയയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ പണത്തിനായി വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ആ മനുഷ്യൻ പണം ദർവീഷിന് നൽകി ചോദിച്ചു, ഗുരുവേ, ഈ പണം ഇനി എന്തു ചെയ്യും? ദർവീഷ് പറഞ്ഞു, ആ പെൺകുട്ടി പണം എനിക്കല്ല നൽകിയത്, അവളത് ഞങ്ങളുടെ പാമ്പ് യജമാനനാ നൽകിയത്. അവൾക്ക് പണം തിരിച്ചു വേണമെങ്കിൽ പാമ്പ് യജമാനന്റെ കൂട്ടിൽ നിന്ന് തന്നെ അതെടുക്കണം. അത് പറഞ്ഞ് ദർവീഷ് പണം പാമ്പിന്റെ പെട്ടിക്ക് ചുറ്റും വെച്ചു. പക്ഷേ പാവം റസിയക്ക് പാമ്പുകളെ പേടിയായതുകൊണ്ട് പണമെടുക്കാൻ മുന്നോട്ടേക്ക് നീങ്ങാൻ പോലും കഴിഞ്ഞില്ല. ഇത് കണ്ടപ്പോ ദർവീഷ് ഒടുവിൽ പണം റസിയയുടെ ഭാഗത്തേക്ക് നീക്കിവെച്ച് പറഞ്ഞു, ഇവിടുന്ന് പണമെടുത്തു. അപ്പോഴും പേടി കാരണം റസിയ പണമെടുത്തില്ല. ഒടുവിൽ പാമ്പിനു ചുറ്റും പൊതിഞ്ഞ നിലയിലുണ്ടായിരുന്ന പണം ആ ദർവീഷ് നിർബന്ധിച്ചപ്പോ അവളെടുത്ത് പോക്കറ്റിലിട്ടു. ദർവീഷ് അവളോട് പറഞ്ഞു, മോളെ, ഇനി നീ ഒന്ന് ചിരിച്ചേ. ഞാൻ നിനക്ക് പണം തിരിച്ചു തന്നില്ലേ? നീ ചിരിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ പോകാൻ അനുവദിക്കില്ലാട്ടോ. റസിയ ലജ്ജയോടെ ഒന്ന് ചിരിച്ചു. പണം വീണ്ടും ജാറിനകത്താക്കി നേരെ മീൻകടയിലേക്ക് ഓടി. ഒടുവിൽ അവൾ കടയിലെത്തി. താൻ ആഗ്രഹിച്ച വെളുത്ത സ്വർണ്ണ മത്സ്യത്തെ കണ്ടു. സന്തോഷത്തോടെ അവൾ കടക്കാരനോട് ചോദിച്ചു, ഇതിന് എത്ര രൂപയാകും? എനിക്ക് ഈ മീനിന് വേണം. കടക്കാരൻ പറഞ്ഞു, അതിന് 200 ടോമനാ വില. റസിയയുടെ ഹൃദയം തകർന്നു. ഉടൻ അവള് പറഞ്ഞു, പക്ഷേ നിങ്ങൾ നേരത്തെ 100 ടോമൻ എന്നാണല്ലോ പറഞ്ഞത്. കടക്കാരൻ മറുപടി നൽകി, മോളെ, ചെറിയ മീനുകൾക്ക് 100 ടോമൻ, നീ ചോദിക്കുന്നതിന് 200 ടോമനാകും. റസിയ പറഞ്ഞു, അങ്കിൾ, ദയവായി ഈ മീൻ എനിക്ക് 100 ടോമന് തരുമോ? അപ്പോ കടക്കാരൻ ചോദിച്ചു, നിന്റെ കയ്യിൽ അതിന് പണമുണ്ടോ? എവിടാ നിന്റെ പണം? ജാറിനകത്തേക്ക് നോക്കിയ റസിയ തന്റെ 500 ടോമന്റെ നോട്ട് കാണാനില്ലെന്ന് തിരിച്ചറിഞ്ഞു. അവളുടെ കയ്യിൽ നിന്നും അത് നഷ്ടപ്പെട്ടിരുന്നു. കരഞ്ഞുകൊണ്ട് റസിയ പറഞ്ഞു, അങ്കിൾ, എന്റെ പണം നഷ്ടപ്പെട്ടു. ആ നിമിഷം തന്റെ വീട്ടിലെ കുളത്തിലുള്ള അതേ മീനുകളെ റസ അവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നത് റസിയ കണ്ടു. അപ്പോൾ അമ്മ പറഞ്ഞത് സത്യമാണെന്ന് അവൾക്ക് ബോധ്യമായി. വീട്ടിലെ കുളത്തിലുള്ള അതേ മീനുകളാണ് ആ കടയിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. കടക്കാരൻ ചോദിച്ചു, നിന്റെ കയ്യിൽ എത്ര രൂപയായിരുന്നു ഉണ്ടായിരുന്നത്? റസിയ പറഞ്ഞു, 500 ടോമൻ. കടക്കാരൻ അത്ഭുതത്തോടെ ചോദിച്ചു, ഒരു 500 ടോമൻ നോട്ട് എങ്ങനെ ഇരിക്കുന്നതെന്ന് നിനക്കറിയാമോ? റസിയ മറുപടി നൽകി, അതിന് ചുവപ്പ് നിറമാങ്കൾ. അദ്ദേഹം ചില നോട്ടുകൾ അവളെ കാണിച്ചു. ആ നോട്ടുകൾക്കിടയിൽ നിന്ന് 500 ടോമന്റെ നോട്ട് അവൾ തിരിച്ചറിഞ്ഞു. അവളുടെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു, മോളെ, നീ വന്ന വഴിയിലൂടെ ഒന്ന് ശ്രദ്ധിച്ചു പോയി
നോക്കിയേ, ഒരുപക്ഷെ നിനക്കത് തിരിച്ചു കിട്ടും. താൻ സ്വപ്നം കണ്ട മീൻ വാങ്ങുന്നതിന് മുമ്പ് തന്നെ പണം നഷ്ടപ്പെട്ടതിൽ റസിയ അതീവ ദുഃഖിതയായി. അവൾ എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോ കടയിൽ നിന്ന് ഒരു വൃദ്ധ പുറത്തു വന്ന് ചോദിച്ചു, നീ ഇപ്പോഴും ഇവിടെ നിൽക്കുവാണോ? എന്തുപറ്റി? റസിയ പറഞ്ഞു, മീൻ വാങ്ങാതെ ഞാൻ വീട്ടിലേക്ക് പോവില്ല. പണം കിട്ടിയില്ലേ ഉമ്മ എന്നോട് ദേഷ്യപ്പെടും. ആ സ്ത്രീ പറഞ്ഞു, വന്നേ നമുക്കൊന്നിച്ച് പണം തിരഞ്ഞു നോക്കാം. റസിയ വന്ന വഴിയിലൂടെ അവർ പണം തിരഞ്ഞു നടന്നു. റസിയ അവരെ പാമ്പാട്ടിയുടെ അടുത്തേക്ക് വരെ കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ഒരാൾക്ക് പണം നൽകിയിരുന്നു, പക്ഷെ അയാൾ അതെനിക്ക് തിരിച്ചു തന്നു. കടയിലേക്ക് പോകുന്ന വഴിയില അത് നഷ്ടപ്പെട്ടത്. അവര് ചോദിച്ചു, നീ അവസാനമായി നിന്റെ കയ്യിലെ പണം കണ്ടത് എപ്പോഴായിരുന്നു? റസിയ അവരെ ഒരു മിഠായിക്കടയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവർ എല്ലായിടത്തും തിരഞ്ഞെങ്കിലും പണം കണ്ടെത്താനായില്ല. അപ്പോൾ ഒരു ഓടയ്ക്ക് മുകളിലുള്ള ഇരുമ്പു കമ്പികൾക്കിടയിൽ തന്റെ പണം കുടുങ്ങിയിരിക്കുന്നത് റസിയ കണ്ടു. സന്തോഷത്തോടെ അവളതെടുക്കാൻ തുനിഞ്ഞെങ്കിലും ആ സമയം ഒരു മോട്ടോർ സൈക്കിൾ കടന്നു പോവുകയും അതിന്റെ കാറ്റിൽ പണം ഓടയ്ക്കകത്തേക്ക് വീഴുകയും ചെയ്തു. റസിയയും ആ സ്ത്രീയും പണം കണ്ടെങ്കിലും അത് കയ്യിൽ കിട്ടുന്ന ദൂരത്തായിരുന്നില്ല. ഉടനെ ആ സ്ത്രീ അടുത്തുള്ള അബ്ബാസ് എന്ന തുന്നൽക്കാരന്റെ അടുത്തേക്ക് പോയി. ഒരു കൊച്ചു പെൺകുട്ടിയുടെ പണം ഓടയിൽ വീണ കാര്യം അവർ അബ്ബാസിനോട് പറഞ്ഞു. അതൊന്ന് എടുത്തു നൽകാൻ സഹായിക്കാമോ എന്ന് ചോദിക്കുകയും ചെയ്തു. അബ്ബാസ് പറഞ്ഞു, അതിനെന്താ, ഞാൻ എടുത്തു നൽകാം. ആ സ്ത്രീ റസിയയോട് പറഞ്ഞു, മോളെ എനിക്കറിയണ്ടാട്ടോ, എനിക്ക് പോണം, സമയമായി. അബ്ബാസ് നിനക്ക് പണം എടുത്തു തരും, അപ്പോ നിനക്ക് മീൻ വാങ്ങാം. അതും പറഞ്ഞ് ആ സ്ത്രീ പോയി. അതോടെ റസിയ അവിടെ ഒറ്റയ്ക്കായി. സഹായത്തിനായി അവൾ അബ്ബാസിനെ തന്നെ നോക്കി നിന്നു. അബ്ബാസ് വസ്ത്രങ്ങൾ അളക്കുന്നതിലും മുറിക്കുന്നതിലും വലിയ തിരക്കിലായിരുന്നു. ഇതിനിടയിൽ ഒരു ഉപഭോക്താവ് വന്ന് തന്റെ ഷർട്ടിന്റെ കോളർ വലുതായിപ്പോയി എന്ന് പരാതിപ്പെട്ടു. പകരമായി പുതിയ ഷർട്ട് വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അബ്ബാസും അയാളും തമ്മിൽ കടയ്ക്കുള്ളിൽ അതോടെ തർക്കം തുടങ്ങി. കാത്തു നിൽക്കുന്നതിനിടയിൽ റസിയ അതൊക്കെ കണ്ട് വീണ്ടും കരയാൻ ആരംഭിച്ചു. പക്ഷേ അബ്ബാസിനോട് സഹായം ചോദിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഒരു ഘട്ടത്തിൽ അബ്ബാസ് അവളെ കണ്ടു ചോദിച്ചു, മോളെ നിനക്ക് എന്താ പറ്റിയേ? റസിയ പറഞ്ഞു, എന്റെ പണം ഓടയിൽ വീണുപോയി, ദയവായി അതെടുത്തു തരാമോ? മീൻ വാങ്ങാൻ ഉമ്മ തന്ന പണമാണ്. അവള് പറഞ്ഞു തീരും മുമ്പേ അബ്ബാസും ഉപഭോക്താവും വീണ്ടും തങ്ങളുടെ തർക്കങ്ങളിലേക്ക് തിരിഞ്ഞു. ഇത് കണ്ട് റസിയ നേരെ മീൻകടയിലേക്ക് പോയി. അവള് കടക്കാരനോട് പറഞ്ഞു, അങ്കിൾ, ഞാൻ പണം കണ്ടു, എന്റെ മീൻ ഇവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കാൻ വന്നതാണ്. മീൻ വാങ്ങാനുള്ള റസിയയുടെ ആഗ്രഹം കണ്ട് കടക്കാരൻ പറഞ്ഞു, ശരി മോളെ, നിനക്ക് ഏത് മീനാ വേണ്ടതെന്ന് പറ, ഞാനതെടുത്ത് മാറ്റിവെക്കാം. 200 ടോമൻ വിലയുള്ള മീനിനെ റസിയ ചൂണ്ടിക്കാണിച്ചു. അവള് കരഞ്ഞോണ്ട് പറഞ്ഞു, 100 ടോമിനി കൂടുതൽ ചിലവാക്കരുതെന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അവളുടെ സങ്കടം നിറഞ്ഞ മുഖം കണ്ടപ്പോ കടക്കാരൻ പറഞ്ഞു, ശരി മോളെ, ഞാനിത് നിനക്ക് 100 ടോമിന് തരാം. നിന്റെ ഭരണി ഇവിടെ വെച്ചോ, ഞാൻ നിന്റെ മീനിനെ സുരക്ഷിതമായിട്ട് എടുത്തു വെക്കാം. ജാറിലേക്ക് ആ മീനിനെ ഇട്ട് കടക്കാരൻ അവളുടെ കയ്യിൽ ഏൽപ്പിച്ചു. റസിയ ആ മീനിനെ നോക്കി പറഞ്ഞു, ഇത് വളരെ ചെറുതാ, എനിക്ക് വലുതു മതി. കടക്കാരൻ മറുപടി നൽകി, മോളെ, ഇതാ ഉള്ളതിൽ ഏറ്റവും വലിയ മീൻ. നീ മുകളിൽ നിന്ന് നോക്കുന്നത് കൊണ്ടാ. നീ ആ ജാറ് പിടിച്ച് വശത്തു നിന്ന് നോക്കിയേ, അതെത്ര വലുതാന്ന് മനസ്സിലാകും. റസിയ വശങ്ങളിൽ നിന്ന് നോക്കിയപ്പോ താൻ ആഗ്രഹിച്ച മീൻ ഇത് തന്നെയാണെന്ന് അവൾക്ക് ബോധ്യമായി. അവൾക്കതോടെ വളരെ സന്തോഷം തോന്നി. അവൾ ഭരണി അവിടെ ഏൽപ്പിച്ചു പറഞ്ഞു, അങ്കിൾ, ഈ ജാർ ഇവിടെ ഇരിക്കട്ടെ, ഞാൻ ഉടൻ പോയി പണവുമായി വരാം. റസിയ വീണ്ടും പണം വീണ ഓടയുടെ അടുത്തേക്കൂടി. ഇതിനിടയിൽ അവളെ കാണാതെ അവളുടെ സഹോദരൻ അലി അവളെ തിരഞ്ഞ് അവിടെ എത്തിയിരുന്നു. റസിയയെ കണ്ടപ്പോ അവൻ ചോദിച്ചു, നീ ഇത്രയും നേരം എവിടായിരുന്നു? നിന്റെ മീൻ എവിടെ? പണവും ജാറും എവിടെ? റസിയ പറഞ്ഞു, ഇക്കാക്ക, മീൻ കടയിലെ ഭരണിക്കുള്ളിലുണ്ട്, പക്ഷേ പണം നഷ്ടപ്പെട്ടു പോയി. അലിക്ക് അത് കേട്ടതും നല്ല ദേഷ്യം വന്നു. റസിയ പറഞ്ഞു, പക്ഷേ പണം ഈ ഓടയിലുണ്ട്. എവിടെ? കാണട്ടെ. അവർ രണ്ടുപേരും ഓടയ്ക്കരികിൽ പോയി നോക്കി. പണം വളരെ താഴ്ചയിലായിരുന്നു. അത് കണ്ടതും അലി പറഞ്ഞു, അത് വിട്ടേക്ക്, ഇനി അതെടുക്കാൻ കഴിയില്ല. പക്ഷെ റസിയ പറഞ്ഞു, ഇല്ലിക്കാക്ക, അതെടുക്കാൻ പറ്റും. ഒരു ആന്റി അബ്ബാസിനോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അത് എടുത്തു തരാന്നും പറഞ്ഞിട്ടുണ്ട്. അലി ചോദിച്ചു, ആരെ ഈ അബ്ബാസ്? റസിയ അബ്ബാസിനെ ചൂണ്ടിക്കാട്ടി. അബ്ബാസ് കടയ്ക്ക് പുറത്തുനിന്ന് ആരോടോ ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അലി അബ്ബാസിനടുത്തേക്ക് ചെന്നു. പക്ഷേ സംസാരം നടക്കുന്നതിനിടയിൽ അലിക്ക് അബ്ബാസിനോട് സംസാരിക്കാനേ സാധിച്ചില്ല. കുറെ നേരം കാത്തുനിന്ന ശേഷം അലി കടയ്ക്കുള്ളിലേക്ക് പോയി. അബ്ബാസ് മറ്റൊരു മനുഷ്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അബ്ബാസിനടുത്തെത്തി. ഒടുവിൽ അലി പറഞ്ഞു, ഞങ്ങളുടെ പടം ഓടയിൽ വീണുപോയി, അതൊന്ന് എടുത്തു തരണം. അബ്ബാസ് പറഞ്ഞു, മോനെ, ആ കട എന്റേതല്ല, അത് ഹുസൈന്റെ കടയാ. അദ്ദേഹം ഇപ്പോ സ്ഥലത്തില്ല, അടുത്ത ആഴ്ചയെ വരൂന്ന് പറഞ്ഞേ. പണം ആ ഓടയിൽ തന്നെ കിടക്കും, ഞാനത് ശ്രദ്ധിച്ചോളാം. അയാൾ വന്ന ശേഷം ആ പണം
പണം എടുക്കാൻ നോക്കാം. ഇതിനിടയിൽ റസിയ അവിടെ നടക്കുന്ന സംഭാഷണങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ദൂരെ നിന്ന് ഒരു പട്ടാളക്കാരനും റസിയയെ നോക്കിക്കൊണ്ട് നിന്നു. അബ്ബാസിന്റെ പക്കൽ നിന്ന് സഹായം ലഭിക്കാതെ വന്നതോടെ രണ്ട് സഹോദരങ്ങളും വീണ്ടും ഓടയ്ക്കരികിൽ വന്നിരുന്നു. ആ സമയത്ത് ഒരു മനുഷ്യൻ വടി പിടിച്ച് നടന്നു പോകുന്നത് അലി കണ്ടു. ആ വടി ഉപയോഗിച്ച് പണമെടുക്കാൻ കഴിയും എന്ന് അലിക്ക് തോന്നി. അവൻ ഓടിച്ചെന്ന് ആ മനുഷ്യനോട് വടി ചോദിച്ചു. അയാൾ ആദ്യം നൽകിയെങ്കിലും പിന്നീട് ജോലിയുണ്ടെന്ന് പറഞ്ഞ് അത് തിരികെ വാങ്ങിപ്പോയി. നിരാശനായ അലി സഹോദരിയുടെ അടുത്തേക്ക് മടങ്ങി. അവളവിടെ കുറെ നേരമായി അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. സമയം കടന്നുപോയി. സമയം വൈകുന്നേരമായി. തുന്നൽക്കാരനായ അബ്ബാസ് കടയടയ്ക്കാൻ തുടങ്ങുകയാണ്. അവിടെ തൂക്കിയിട്ടിരുന്ന ഒരു വടി കണ്ടപ്പോ അലിക്ക് വീണ്ടും പ്രത്യാശ തോന്നി. അവൻ അബ്ബാസിനോട് ചോദിച്ചു, അങ്കിൾ, എനിക്ക് ആ വടിയൊന്ന് തരാമോ? അലി ആ വടി ഉപയോഗിച്ച് ഓടയ്ക്കകത്തേക്കിറക്കി പണമെടുക്കാൻ നോക്കിയെങ്കിലും ഓടയ്ക്ക് നല്ല ആഴമുള്ളതിനാൽ പണത്തിന്റെ അടുത്തെത്താൻ കഴിഞ്ഞില്ല. കുട്ടികളുടെ കഷ്ടപ്പാട് കണ്ട് അബ്ബാസ് അങ്ങോട്ടേക്ക് വന്നു. ആ വടി ഇങ്ങ് തന്നെ, ഞാൻ നോക്കാം. അബ്ബാസ് അതും പറഞ്ഞ് ഒരുപാട് ശ്രമിച്ചെങ്കിലും പണമെടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു, ഇനി നിങ്ങൾ വീട്ടിൽ പൊക്കോ. ഇതങ്ങനെ എളുപ്പത്തിലെടുക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങളുടെ പണം ശ്രദ്ധിച്ചോളാം. അടുത്ത ആഴ്ച ഹുസൈൻ വരുമ്പോ നമുക്ക് ഈ ഓട തുറക്കാം. അങ്ങനെ പണം എടുക്കാം. പക്ഷേ പണമില്ലാതെ പോകാൻ അവർ തയ്യാറായില്ല. അബ്ബാസ് കട പൂട്ടിപ്പോകാൻ തുടങ്ങുമ്പോൾ റസിയ പറഞ്ഞു, ഹുസൈൻ എന്ന ഈ കടയുടമയുടെ വിലാസം കിട്ടിയിരുന്നെങ്കിൽ. അപ്പോഴാണ് അലിയും അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ഉടനെ അലി അബ്ബാസിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഹുസൈൻ സാഹിബിന്റെ വിലാസം വാങ്ങി. റസിയയെ അവിടെ നിർത്തി അലി പിന്നാലെ ഹുസൈൻ സാഹിബിന്റെ വീട്ടിലേക്ക് ഓടി. റസിയ ഓടയ്ക്കരികിലിരുന്ന് തന്റെ വസ്ത്രം കൊണ്ട് ഓടയിൽ വീണുകിടന്ന ആ പണം മറച്ചുവെക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആ സമയം ദൂരെ നിന്ന് അവളെ നിരീക്ഷിച്ചിരുന്ന പട്ടാളക്കാരൻ സാവധാനം അവളുടെ അടുത്ത് വന്നിരുന്നു. റസിയക്കാദ്യം പേടി തോന്നിയെങ്കിലും അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ പണമൊന്നും കാണുന്നില്ലല്ലോ. താഴേക്ക് നോക്കിയപ്പോ അദ്ദേഹം ആ 500 ടോമന്റെ നോട്ട് കണ്ടു. ഓ, അപ്പോ ഇതിനു വേണ്ടിയാണോ ഈ കഷ്ടപ്പാടെല്ലാം? പട്ടാളക്കാരൻ പിന്നാലെ തന്റെ കയ്യിലുള്ള ബാഗിൽ നിന്ന് കുറച്ച് സൂര്യകാന്തി വിത്തുകൾ എടുത്ത് റസിയക്ക് നീട്ടി. കഴിക്കാനായിരുന്നു അത്. അവളത് വാങ്ങിയില്ല. അദ്ദേഹം ചോദിച്ചു, നിനക്ക് സൂര്യകാന്തി വിത്ത് ഇഷ്ടമല്ലേ? പിന്നെന്താ വേണ്ടേ? പിസ വേണോ? റസിയ മിണ്ടിയില്ല. അദ്ദേഹം വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് പേടിയുണ്ടോ? ഞാൻ പുലിയോ കരടിയോ ഒന്നും അല്ലാട്ടോ. റസിയ മിണ്ടാതിരുന്നു. ഈ കുട്ടി ഇവിടെ എന്തു ചെയ്യുകയാണെന്നറിയാനുള്ള കൗതുകം കൊണ്ടാണ് താൻ വന്നതെന്നും താൻ അവളെ സഹായിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. റസിയയുടെ ഗൗരവം കണ്ട് അദ്ദേഹം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു, നീ എന്നെ പേടിക്കൊന്നും വേണ്ട. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ആളൊന്നുമല്ല ഞാൻ. അബ്ബാസ് ഇപ്പോൾ വീട്ടിലില്ലെന്നും അബ്ബാസിനെ അന്വേഷിച്ചാണ് അലി പോയതെങ്കിൽ അവൻ നിരാശനാവേയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. അബ്ബാസ് അയാളുടെ സഹോദര ഭാര്യയുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. അതിവിടെ 800 കിലോമീറ്റർ അകലെയുമാണ്. റസിയ അത്ഭുതത്തോട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ സഹോദര ഭാര്യയുടെ വീട്ടിലേക്കോ? പട്ടാളക്കാരൻ അതേയെന്ന് തലയാട്ടി. കുറച്ചു കഴിഞ്ഞപ്പോ പട്ടാളക്കാരൻ മെല്ലെ പറഞ്ഞു, എനിക്കും റസിയയെ പോലെ ഒരു അനിയത്തിയുണ്ട്. അവൾക്ക് 5 വയസ്സേയുള്ളൂ. സ്കൂളിൽ പോയി തുടങ്ങിയിട്ടില്ല. റസിയ ഉടനെ പറഞ്ഞു, എനിക്ക് 5 അല്ല 7 വയസ്സാ. ഞാൻ സ്കൂളിൽ പോകുന്നുണ്ട്. എല്ലാ പരീക്ഷയ്ക്കും എനിക്ക് എ ഗ്രേഡും കിട്ടാറുണ്ട്. അത് കേട്ടതും അദ്ദേഹം ചിരിച്ചു. തനിക്ക് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു സഹോദരി കൂടി ഉണ്ടെന്നും അവളെ കാണാൻ റസിയയെ പോലെയാണെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ സഹോദരിമാരെ കാണാതെ ജീവിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അത്രയ്ക്കിഷ്ടമാണെങ്കിൽ എന്തുകൊണ്ടാ പുതുവർഷത്തിന് വീട്ടിൽ പോകാത്തെ എന്നായിരുന്നു റസിയയുടെ ചോദ്യം. അദ്ദേഹം അല്പം സങ്കടത്തോടെ പറഞ്ഞു, ഒരാഴ്ച അവധിയുണ്ടെങ്കിലും എനിക്ക് വീട്ടിൽ പോകാൻ കഴിയില്ല. റസിയ അത്ഭുതപ്പെട്ടു. തന്റെ കുടുംബം വളരെ ദൂരെയാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. എത്ര ദൂരെയാ എന്നായിരുന്നു റസിയയുടെ അടുത്ത ചോദ്യം. നിഷാപൂരിലാണ്. അദ്ദേഹം പറഞ്ഞു, സഹോദരിമാരെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും കയ്യിൽ പണമില്ല. ബസ് ചാർജും കുടുംബത്തിന് സമ്മാനങ്ങൾ വാങ്ങാനുള്ള തുകയും വളരെ കൂടുതലാകും. ബസ് ചാർജ് എത്രയാണെന്ന് റസിയ തിരക്കി. പട്ടാളക്കാർക്ക് കുറച്ച് കുറവ് കിട്ടും. 300 ടോമൻ മതിയാകും. പക്ഷെ അതുമാത്രം പോരല്ലോ. 2 സഹോദരിമാർക്കും മാതാപിതാക്കൾക്കും എന്തെങ്കിലും വാങ്ങണം. അതുകൊണ്ട് ഇപ്പോ പോകാൻ പറ്റില്ല. ട്രെയിനിങ്ങിന് ശേഷം കൂടുതൽ ജോലി ചെയ്ത് പണം സമ്പാദിച്ചിട്ട് വേണം പോകാൻ. സഹോദരിമാർക്ക് എന്ത് സമ്മാനമാ താൻ വാങ്ങേണ്ടത് എന്ന് ആലോചിക്കുന്നേ. അദ്ദേഹം അത് പറഞ്ഞപ്പോ ചൂയിങ്കം ചോക്ലേറ്റ് എന്ന് റസിയ നിർദ്ദേശിച്ചു. പിന്നീട് പെൺകുട്ടികൾക്ക് അച്ചാർ ഇഷ്ടമായതുകൊണ്ട് അത് വാങ്ങിക്കോളാനും അവൾ കൂട്ടിച്ചേർത്തു. 400 ടോമൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പോകാമായിരുന്നു എന്ന് റസിയ പറഞ്ഞു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് തലയാട്ടി. റസിയ തന്റെ 500 ടോമൻ നോട്ടിനെ കുറിച്ച് ഓർത്തുവെങ്കിലും പെട്ടെന്ന് തലകുലുക്കിക്കൊണ്ട് പറഞ്ഞു, ഇത് എന്റെ ഉമ്മയുടെ പണമാണ്. പുതുവർഷത്തിൽ ഉമ്മയ്ക്ക് അതുകൊണ്ട് ആവശ്യവുമുണ്ട്. പട്ടാളക്കാരൻ പറഞ്ഞു, സാരമില്ല, നീ ഈ സൂര്യകാന്തി വിത്തുകൾ
എന്തെങ്കിലും കഴിക്കൂ. റസിയുടൻ ഗൗരവത്തിലായി. അവൾ പറഞ്ഞു, അപരിചിതരിൽ നിന്ന് ഭക്ഷണം വാങ്ങരുതെന്നും അവരോട് സംസാരിക്കരുതെന്നും എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. പട്ടാളക്കാരൻ പറഞ്ഞു, ശരിയാ, പക്ഷേ ഞാൻ നിനക്ക് അപരിചിതനല്ലല്ലോ. റസിയെ അത്ഭുതത്തോടെ നോക്കി. നിന്നെ കണ്ട ആദ്യ നിമിഷം മുതൽ എനിക്കെന്റെ സ്വന്തം അനിയത്തിയെ പോലെയാ തോന്നിയത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ സഹോദരന്റെ പ്രായമില്ല, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് അപരിചിതൻ തന്നെ എന്നായിരുന്നു റസിയയുടെ മറുപടി. ആ സമയം അലി അങ്ങോട്ടേക്ക് തിരികെ എത്തി. അപരിചിതരോട് സംസാരിക്കരുതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. അതും പറഞ്ഞ് അവൻ റസിയയെ വഴക്കു പറഞ്ഞു. റസിയ മറുപടി നൽകി, അദ്ദേഹം അപരിചിതനല്ല, അദ്ദേഹത്തിന്റെ സഹോദരിമാർക്ക് എന്റെ പ്രായമേയുള്ളൂ. പട്ടാളക്കാരൻ വന്ന് പറഞ്ഞു, റസിയയുടെ തെറ്റല്ലാട്ടോ, ഞാൻ അവളോട് സംസാരിക്കുകയായിരുന്നു. പക്ഷേ റസിയ ഇടയ്ക്ക് കയറി പറഞ്ഞു, അല്ല, ഞാനും നിങ്ങളോട് സംസാരിച്ചു, നിങ്ങൾ എന്റെ സഹോദരനെ പോലെയാണ്. ഇത് കേട്ടപ്പോ അലിക്ക് തന്റെ വിഷമം തോന്നാതിരുന്നില്ല. ഉടനെ പട്ടാളക്കാരനെ കൊണ്ടുപോകാൻ ഒരു വണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞു, വിഷമിക്കേണ്ട മോളെ, ഖുദാ ഹാഫിസ്. അദ്ദേഹം വണ്ടിയിൽ കയറിപ്പോയി. റസിയ അറിയാതെ അദ്ദേഹത്തിന് കൈവീശി ടാറ്റ നൽകി. നിരാശരായ രണ്ട് സഹോദരങ്ങളും വീണ്ടും ഓടയ്ക്കരികിൽ ചെന്നിരുന്നു. ഹുസൈൻ സാഹിബിന്റെ വീട്ടിൽ എന്തുപറ്റി എന്ന് റസിയ തിരക്കി. അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നുവെന്നും കുളിക്കുകയായിരുന്നുവെന്നും അലി പറഞ്ഞു. കുളി കഴിഞ്ഞ് കടയിലേക്ക് വരാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടെന്നും അലി വ്യക്തമാക്കി. ആ സമയം എന്റെ കയ്യിലൊരു വടിയുണ്ടായിരുന്നേൽ എനിക്ക് ആ പണം എടുക്കാമായിരുന്നു എന്നലി പറഞ്ഞു നിന്നു. കുറച്ചുനേരം അവരിരുവരും അവിടെ തുടർന്നപ്പോൾ അടുത്തായി ബലൂൺ വിൽക്കുന്ന ഒരു പയ്യനെ കണ്ടു. അവൻ വലിയൊരു വടിയിൽ കെട്ടിയ ബലൂണുകളാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അലി ഓടിച്ചെന്ന് അവന്റെ വടി തട്ടിയെടുത്തു. ബലൂൺ വിൽപ്പന ചെയ്യുന്ന പയ്യൻ കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു പറഞ്ഞ് അവന്റെ പിന്നാലെയോടി. ഒടുവിലവൻ അലിയെ പിടികൂടി അടിക്കാൻ ആരംഭിച്ചു. അത് കണ്ട് റസിയ സഹോദരനെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും എളുപ്പത്തിൽ കഴിയുന്നുണ്ടായിരുന്നില്ല. ഒടുവിലവർ ഒരു തരത്തിൽ ആ ബലൂൺ വിൽപ്പനക്കാരനോട് കാര്യങ്ങൾ വിശദീകരിച്ചു. സഹോദര, ഞങ്ങളുടെ പണം ഓടയിൽ വീണുപോയി, അതെടുക്കാനാ വടിയെടുത്തത്, അല്ലാതെ ബലൂൺ മോഷ്ടിക്കാനല്ല. ഇതറിഞ്ഞ ബലൂൺ വിൽപ്പനക്കാരൻ പണം തിരയാനും തിരികെയെടുക്കാനും അവരെ സഹായിച്ചു. അവനും ഒരുപാട് ശ്രമിച്ചെങ്കിലും പണം കിട്ടിയില്ല. അപ്പോഴാണ് അലിക്കൊരു ബുദ്ധി തോന്നിയത്. വടിയുടെ അറ്റത്ത് ചുയിങ്കം പോലെ പശയുള്ള എന്തെങ്കിലും മുട്ടിച്ചു വെച്ചാൽ ആ പണം ഒട്ടിപ്പിടിക്കും. എളുപ്പത്തിൽ ആ പണം എടുക്കാം. നിന്റെ കയ്യിൽ അതിന് വല്ല പണവുമുണ്ടോ എന്നലി റസിയയോട് ചോദിച്ചു. പണമൊന്നുമില്ലെന്നും ഒരു പാക്കറ്റ് അച്ചാർ മാത്രമേ കയ്യിലുള്ളൂ എന്നും അവള് പറഞ്ഞു. എങ്കിലും ചുയിങ്കം തിരഞ്ഞ് അലി ആ തെരുവിലോടി. എവിടെയും അത് കണ്ടെത്താൻ അവന് സാധിച്ചില്ല. അപ്പോഴേക്കും കനത്ത മഴ തുടങ്ങിയിരുന്നു. അടുത്തു തന്നെ ഒരു അന്ധനായ മനുഷ്യൻ ചുയിങ്കം വിൽക്കുന്നതപ്പോൾ അലി കണ്ടു. അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് വാങ്ങാൻ ആഗ്രഹിച്ചെങ്കിലും പണമില്ലാത്തതുകൊണ്ട് മനസാക്ഷി കുത്തുകാരണം അലി റസിയയുടെ അടുത്തേക്ക് മടങ്ങി. അലി തിരിച്ചു വന്നപ്പോഴേക്കും ബലൂൺ വിൽപ്പനക്കാരൻ പയ്യൻ അവിടെ നിന്ന് പോയിരുന്നു. നിരാശരായി അവർ അവിടെയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ബലൂൺ വിൽപ്പനക്കാരൻ പയ്യൻ ഒരു വെളുത്ത ബലൂൺ മാത്രം അവന്റെ വടിയിൽ ബാക്കിയാക്കി ഓടി വന്നു പറഞ്ഞു, നോക്കൂ, ഞാൻ ബലൂണുകൾ വിറ്റു. ആ പണം കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ചൂയിങ്കം വാങ്ങിയിട്ടുണ്ട്. അത് കേട്ടതും അവർക്ക് സന്തോഷമായി. അവർ ചൂയിങ്കം ചവച്ച് വടിയുടെ അറ്റത്ത് വെച്ച് പണമെടുക്കാൻ ശ്രമിച്ചു. ആ സമയം കടയുടമ ഹുസൈൻ സാഹിബ് തിരികെ എത്തി. അദ്ദേഹം അവരെ സഹായിക്കാൻ ഒരുങ്ങിയെങ്കിലും അപ്പോഴേക്കും കുട്ടികൾ ബലൂൺ വിൽപ്പനക്കാരന്റെ വടി ഉപയോഗിച്ച് പണമെടുത്ത് കഴിഞ്ഞിരുന്നു. പണം കിട്ടിയതിന് പിന്നാലെ ആ രണ്ട് കുട്ടികളും നേരെ മീൻകടയിലേക്ക് ഓടി. തങ്ങളെ സഹായിച്ച ബലൂൺ വിൽപ്പനക്കാരൻ പയ്യനെ തിരിഞ്ഞു നോക്കാൻ പോലും അവർ നിന്നില്ല. അവർ മീൻ വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി. റസിയ തന്റെ ഗോൾഡ് ഫിഷുമായി നടന്നു പോകുമ്പോ ആ ബലൂൺ വിൽപ്പനക്കാരൻ പയ്യൻ തനിച്ചവിടെ തുടരുന്നുണ്ടായിരുന്നു. ആ വെളുത്ത ബലൂണും പിടിച്ച് നിസ്സഹായനായിരിക്കുന്ന ആ അഫ്ഗാൻ പയ്യനിൽ കഥ അവസാനിക്കുകയാണ്. കുറച്ചുനേരം അവൻ അവിടെ തുടർന്നു. അധികം വൈകാതെ 1374 ഇറാനിയൻ ഇയർ പിറന്നു. പതിയെ അവൻ എഴുന്നേറ്റു. അവിടെ നിന്ന് നടന്നു നീങ്ങി. ആ ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുന്നു. ഒരുപാട് വിശദീകരണങ്ങൾ പറയാതെ പറഞ്ഞുവെച്ച് സാമൂഹികവും രാഷ്ട്രീയവുമായ കാര്യങ്ങൾ വരച്ചുകാട്ടി കുട്ടികളുടെ നിഷ്കളങ്കതയിൽ ഒരുപാട് അർത്ഥങ്ങൾ വിളിച്ചോതുന്ന പല കാര്യങ്ങളും പറഞ്ഞുവെച്ച് സമാധാനത്തിന്റെ ഒരു വെള്ള ബലൂണും കൂടി ഉയർത്തിക്കാട്ടി ചലച്ചിത്രം അവസാനിക്കുന്നു. ഏറെ രസകരമായ ചിന്തിപ്പിക്കുന്ന ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.